നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫ്ലാസ്ക് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റിക് ഫയൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ്. സോ ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റിക് ഫയൽസ് ഒരുപാട് സ്റ്റാറ്റിക് ഫയൽസ് ഉണ്ടായിരിക്കും. ഉദാഹരണമായി CSS ഫയൽസ്, ജാവാസ്ക്രിപ്റ്റ് ഫയൽസ്, നമ്മുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ഫോൺസ്, ഇമേജസ് തുടങ്ങിയവ. സോ സ്റ്റാറ്റിക് ഫയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസർ ഇൻട്രാക്ഷൻ മൂലം മോഡിഫൈ ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഫയൽസാണ് സ്റ്റാറ്റിക് ഫയൽസ്. സോ നമ്മൾ നേരത്തെ പഠിച്ച നമ്മൾ ടെംപ്ലേറ്റ്സിൽ ക്രിയേറ്റ് ചെയ്ത HTML എല്ലാം നമ്മൾ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ ഒരു ഡൈനാമിക് ആയിട്ടുള്ള പേജായിരുന്നു നമുക്ക് ക്രിയേറ്റ് ആയിരുന്നത്. ഉദാഹരണമായി നമ്മൾ പേര് എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് ഹലോ ജോൺ എന്ന് ലഭിച്ചു. അതുപോലെ ഒരു നമ്പർ എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ലഭിച്ചു. സോ ഇങ്ങനെ നമുക്ക് ആ ഒരു വെബ് പേജിലെ കണ്ടന്റ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. സോ അതാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. സോ സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസർ ഇൻട്രാക്ഷൻ മൂലം ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഫയൽസാണ്. സോ നമുക്ക് ക്ലയൻറ്റ് റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ ആ ഫയൽ സെർവ് ചെയ്യുന്നതായിരിക്കും. സോ അത്തരം സ്റ്റാറ്റിക് ഫയൽസിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇതിന് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഫോൾഡറിൻ്റെ പേര് നമ്മൾ സ്റ്റാറ്റിക് എന്ന് കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. നമ്മൾ നേരത്തെ ടെംപ്ലേറ്റ്സ് ചെയ്ത പോലെ തന്നെ സ്റ്റാറ്റിക് എന്ന് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഫ്ലാസ്കിന് ആ സ്റ്റാറ്റിക് ഫോൾഡർ നമുക്ക് കണ്ടുപിടിച്ച് അതിനുള്ളിലുള്ള ഫയൽസ് നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ സ്റ്റാറ്റിക് ഫയൽ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനുള്ളിൽ നമ്മൾ മറ്റൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഫോൾഡറിൻ്റെ പേര് നമ്മൾ CSS ഫയൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ നമ്മൾ മറ്റൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു ജാവാസ്ക്രിപ്റ്റിന് വേണ്ടി. സോ JS എന്ന് കൊടുക്കാം. JS. ഇനി നമുക്ക് വേണമെങ്കിൽ ഫോണ്ടിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫോൺസ് അല്ലെങ്കിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ഇമേജസ്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫയൽ ഓർഗനൈസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡറിൽ CSS, ഇമേജസ്, JS, ഇനി ഫോൺസ് ഉണ്ടെങ്കിൽ ഫോൺസ് തുടങ്ങിയവയെല്ലാം നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യാം. സോ ആവശ്യമനുസരിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്തു. CSS ഫോൾഡറിനുള്ളിൽ നമ്മളൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, style.css. സോ ഇതിൽ നമ്മൾ ഒരു ബോഡി, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ റെഡ് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുക്കുന്നു. ഫോർഗ്രൗണ്ട് കളർ നമ്മൾ വൈറ്റ് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സോ നമുക്കറിയാം, സാധാരണ നമ്മൾ ഇത് നമ്മുടെ HTML ഫയലുമായി കണക്ട് ചെയ്തിരുന്നത്. ഉദാഹരണമായി നമ്മളിവിടെ HTML വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഹെഡ് ടാഗിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ലിങ്ക് എന്ന് പറയുന്ന എലമെൻറ്റിൽ നമ്മൾ href എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ നമ്മുടെ CSS ഫയൽ നെയിം കൊടുക്കുന്നു. സോ സ്റ്റാറ്റിക്കിൽ CSSൽ style.css. ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. സേവ് ചെയ്ത് നമ്മൾ നമ്മുടെ വെബ് പേജ് ഓപ്പൺ ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ ലഭിക്കും. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡായി ലഭിക്കും. നമ്മുടെ ഫോണ്ട് കളർ വൈറ്റായി ലഭിക്കും. സോ നമ്മൾ ഇവിടെ നമുക്ക് ഹെഡിങ്ങിന് വൈറ്റ് ലഭിക്കാത്ത കാരണം നമ്മളിവിടെ കളർ കൊടുത്തിരുന്നു. സോ നമുക്ക് തൽക്കാലം അത് ഡിലീറ്റ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഹോം പേജ് നമ്മൾ കൊടുത്ത രീതിയിൽ ഫോണ്ട് കളർ വൈറ്റും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡും ലഭിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുത്തിരുന്നത് എങ്ങനെയായിരുന്നു. സോ നമ്മളിതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ പേജ് സോഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്ത hrefൽ സ്റ്റാറ്റിക് CSS style. ആ ഫുൾ പാത്ത് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിന് പകരമായി ഫ്ലാസ്കിൽ നമുക്ക് വളരെ മറ്റൊരു രൂപത്തിൽ കൂടി ഇത് ആഡ് ചെയ്യാം. സോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിതുപോലെ പൈത്തോൺ കോഡ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി അതിനുശേഷം നമ്മൾ URL _for റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഏത് ഫോൾഡറിലാണോ നമ്മുടെ ഫയൽ ഉള്ളത്, സോ സ്റ്റാറ്റിക് എന്ന് കൊടുക്കുക. കോമ കൊടുത്ത ശേഷം ഫയൽ നെയിം ഈക്വൽ ടു നമ്മൾ സ്റ്റാറ്റിക്കിൽ CSSൽ style.css ആണ്. ഓക്കെ, സോ നമ്മൾ CSS style.css സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് CSSൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. എന്നാൽ നമുക്ക് മാറ്റം കാണാൻ സാധിക്കും. സോ ഞാനിവിടെ ഒരു വയലറ്റ് കളർ കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് app.pyയും സേവ് ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ HTML ഫയലും സേവ് ചെയ്യാം. ശേഷം നമുക്ക് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വയലറ്റ് ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ഫോർഗ്രൗണ്ടും ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ പേജ് സോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ സ്റ്റാറ്റിക് CSSൽ style.css എന്ന് പറയുന്ന അതേ പാത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. സോ നമുക്ക് ഫ്ലാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്റ്റാറ്റിക് ഫയൽ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഇതുപോലെ പ്രത്യേക ഓപ്ഷൻ ഉണ്ട്. സോ ഫ്ലാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഡീഫാൾട്ടായിട്ടുള്ള ഫുൾ പാത്ത് കൊടുത്തും നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇനി ഉദാഹരണമായി എനിക്കൊരു ഇമേജ് ഇവിടെ
ഇമേജ് കൊടുക്കണമെങ്കിൽ ഞാനിവിടെ നമ്മൾ സാധാരണ ഇമേജ് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ img ടാഗ് srcക്കുള്ളിൽ നമ്മൾ നമ്മുടെ പാത്ത് കൊടുക്കുമായിരുന്നു. ഇവിടെയും നമുക്ക് ഇതേ സംഭവം ചെയ്യാം. url4_4 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാറ്റിക് എന്ന് കൊടുക്കുക, സ്റ്റാറ്റിക് കോമ കൊടുക്കുക, ഫയൽ നെയിം നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്കൊരു ഫയൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഈ cat എന്ന് പറയുന്ന ഫയൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് നമുക്കിവിടെ ഇമേജസിൽ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യാം. ഇമേജസ് ഓപ്പൺ ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമ്മൾ cat എന്ന് പറയുന്ന ഫയൽ ഇവിടെ പേസ്റ്റായി. ശേഷം നമുക്കിവിടെ cat.jpg എന്ന് കൊടുക്കാം. ഓക്കെ, cat.jpg സേവ് ചെയ്യാം. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ cat.jpg നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നു. നമ്മളിവിടെ ഫുൾ പാത്ത് കൊടുക്കണം. നമ്മളിവിടെ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിലായിരുന്നു, സ്റ്റാറ്റിക്കിലെ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിലായിരുന്നു. നമ്മളിവിടെ ഇമേജസ് ഈ രീതിയിൽ കൊടുക്കണം. സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ ക്യാറ്റിൻ്റെ ഫോട്ടോ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വിഡ്ത്ത് ഹൈറ്റ് കൂടി കൊടുക്കാം. വിഡ്ത്ത് 100, അതുപോലെ ഹൈറ്റ് 100. സേവ് ചെയ്യാം. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ക്യാറ്റിൻ്റെ ഫോട്ടോ ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് url4 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്റ്റാറ്റിക് ഫയൽസിലുള്ള ഫയൽസ് നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫയലും കൊടുക്കാം. ജാവാസ്ക്രിപ്റ്റ് ഫയലാണെങ്കിൽ നമ്മൾ JS എന്ന് പറയുന്ന ഫോൾഡറിൽ സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഫയൽസ് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.